ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 92/2025 ഇന്ന് നടന്ന അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി എക്സാമിനേഷനകത്ത് മാത്സ് പാർട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്ന ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മാത്സ് 10 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക. 59, 69, 79, 89. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ 59ഉം 79ഉം 89ഉം 59ഉം 79ഉം 89ഉം പ്രൈം നമ്പറാണ്. 69 മാത്രം കോമ്പോസിറ്റ് നമ്പറാണ്. കാരണം 69ന്റെ ഫാക്ടർ ആയിട്ട് 23 × 3 3ഉം 23 ഫാക്ടേഴ്സ്, അതായത് ഒന്നും ആ നമ്പറും അല്ലാതെ വേറൊരു നമ്പറൂടെ ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. സോ 69 എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പർ ആയതുകൊണ്ട്, ബാക്കിയെല്ലാം പ്രൈം നമ്പർ ആയതുകൊണ്ട് ഒറ്റയാനെന്ന് പറയുന്ന ഓപ്ഷൻ ബി 69 ആണ്. 11 മുതൽ 49 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ആകെത്തുക. 11 മുതൽ 49 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ആകെത്തുക. അപ്പം 11 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒറ്റ സംഖ്യ വരുന്ന 13 ആണ്, പിന്നെ വരുന്ന 15 ആണ്, അങ്ങ് മൊത്തം 49 വരെ. ഇതൊരു സമാന്തര ശ്രേണിയാണ് വരിക. രണ്ട് വീതം കൂടി വരുന്ന ഒരു സമാന്തര ശ്രേണിയാണ് വരിക. അപ്പൊ ആ സമാന്തര ശ്രേണിയുടെ ഒന്നാമത്തെ ടൈം എന്ന് പറയുന്ന 11ഉം അവസാനത്തെ ടൈം എന്ന് പറയുന്നത് 49ഉം ഓരോ ടൈമുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 2ഉമാണെങ്കിൽ അതിനകത്തുള്ള നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 ആയിരിക്കും. ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 49 മൈനസ് 11 ഡിവൈഡ് ബൈ 2 പ്ലസ് 1. 49 മൈനസ് 11 പറയുന്നത് 38 ഡിവൈഡ് ബൈ 2 പ്ലസ് 1, 19 പ്ലസ് 1 20. അപ്പൊ ടേമുകളുടെ എണ്ണം എന്ന് പറയുന്നത് 20 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ സം ഓഫ് n ടേംസ് വിൽ ബി ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. സോ ഇവിടുത്തെ നമ്പർ ഓഫ് ടൈംസ് എത്ര? 20 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ആദ്യത്തെ ടൈം 11, അവസാനത്തെ ടൈം 49. 49 പ്ലസ് 11 60. 20 ക്യാൻസൽ ചെയ്ത 10 കിട്ടും. 60 × 10 600. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്ന സംഖ്യകളുടെ മീഡിയൻ കാണുക. 4.20, 6.20, 3.16, 4.60, 2.12, 5.2. അപ്പൊ മീഡിയൻ കാണാനായിട്ട് തന്നിരിക്കുന്ന നമ്പറുകളെ അസെൻഡിങ് ഓർഡറിലോ അല്ലെ ഡിസെൻഡിങ്, ചെറുതിൽ നിന്ന് വലുതിലേക്കോ വലുത് ചെറുതിലേക്ക് എഴുതുക. നമ്മൾ ചെറുതിന് വലുതിലേക്ക് എഴുതിയാൽ 2.12, അടുത്ത 3.16, അടുത്തത് 4.20, അടുത്ത 4.60, അടുത്ത 5.21, അടുത്ത 6.42 എന്ന് കിട്ടും. അങ്ങനെയാണ് മൊത്തം 6 ടൈം ഉണ്ട്. അതിന്റെ മിഡിൽ ടൈമുകൾ നോക്കാം. മിഡിൽ ടൈം ആയിട്ട് മൂന്നാമത്തെ നാലാമത്തെ ടൈമാണ് വരിക. ആ രണ്ട് ടൈമുകളുടെ സം എടുക്കാം. 4.20 പ്ലസ് 4.60 എന്ന് പറയുമ്പോൾ 8.80 എന്ന് കിട്ടും. കറക്റ്റ്. 4.20 പ്ലസ് 8.80 എന്ന് കിട്ടും. 8.80യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതിന്റെ നേരെ പകുതി ആവറേജ് ആണ്. 8.80 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 4.40 എന്ന് കിട്ടും. 4.40 ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 4.40 ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് 123 മൈനസ് 2 ഹോൾ റൈസ് ടു 1/2, 78 പ്ലസ് 3 ഹോൾ റൈസ് ടു 1/4, 243 ഹോൾ റൈസ് ടു 1/5. 123 നിന്ന് 2 കുറച്ചാൽ 121 ഹോൾ റൈസ് ടു 1/2. 78 പ്ലസ് 3 എന്ന് പറയുന്നത് 81 റൈസ് ടു ഹോൾ റൈസ് ടു 1/4. 243 റൈസ് ടു ഹോൾ റൈസ് ടു 1/5. നോക്കുക, ഈ തന്നിരിക്കുന്ന നമ്പറുകൾ ഏതിൻ്റെയും പവറുകളൊക്കെ ആയിരുന്നു. 121 എന്ന് പറയുന്നത് 11ന്റെ സ്ക്വയർ ആണ്. 11ന്റെ സ്ക്വയർ ആണ്. 81 എന്ന് പറയുന്നത് 9ന്റെ സ്ക്വയർ, അതായത് 3ന്റെ ഫോർത്ത് ആണ്. 3, 9, 27, 81. 243 എന്ന് പറയുന്നത് 3/5 ആണ്. അപ്പൊ മുകളിൽ തന്നിരിക്കുന്ന റെസിപ്രോക്കൽ നമ്പർ ഏതാണോ, അതായത് 4 പവർ ആയിട്ട് വരുന്ന രീതിയിലുള്ള ഏതെങ്കിലും നമ്പറിന്റെ ഫോർത്ത് പവർ ആണോ ഉള്ളിൽ തന്നിരിക്കുന്ന നമ്പർ എന്ന് നമ്മൾ നോക്കിയെടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 11 സ്ക്വയർ ഹോൾ റൈസ് ടു 1/2 ഇൻറ്റു 81 പകരം നമുക്ക് എന്ത് എഴുതാം? 3/4 ഹോൾ റൈസ് ടു 1/4 ഡിവൈഡ് ബൈ 243 പകരം 3/5 ഹോൾ റൈസ് ടു 1/5 എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഈ 2ഉം 2ഉം വെട്ടിപ്പോവും, ഈ 4ഉം 4ഉം വെട്ടിപ്പോവും, ഈ 5ഉം 5ഉം വെട്ടിപ്പോവും. ബാക്കി എന്തുണ്ട്? ബാക്കി നമുക്ക് 11/1 ഇൻറ്റു 3/1 ഡിവൈഡ് ബൈ 3/1. 3/1 3/1 ക്യാൻസൽ ആയിപ്പോയി. ബാക്കി 11 കിട്ടും. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ഡോഗ് എന്ന് പറയുന്നത് 274, കാറ്റ് എന്ന് പറയുന്നത് 358. എങ്കിൽ ഗോട്ട് എന്ത്? സോ ഒന്നാമത്തെ ജി എന്താന്ന് കണ്ടുപിടിക്കാം? 4 ആണ്. അപ്പൊ ജി എന്ന് പറയുന്നത് 4 വരും. ഒ എന്ന് പറയുന്നത് 7 ആയിരിക്കും. സോ ഒയ്ക്ക് വരെ 7 കൊടുക്കാം. ക്യാറ്റിനകത്തുനിന്ന് എക്ക് പകരം 5 കൊടുക്കാം, ടിക്ക് പകരം 8 കൊടുക്കാം. 4, 7, 5, 8. ഗോട്ട് എന്ന് പറയുന്നത് 4, 7, 5, 8. ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ. 4, 7, 5, 8 ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് 22 1/6 പ്ലസ് 7 1/6 മൈനസ് 3 and 1/6. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇതിനെ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് തന്നിരിക്കുന്നത്, സിംപ്ലിഫൈഡ് ഫ്രാക്ഷൻ ആക്കി നോക്കാം. 22 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 132, 132 പ്ലസ് 1 133, 133 ഡിവൈഡ് ബൈ 6 പ്ലസ് 7 42 പ്ലസ് 1 43 ഡിവൈഡ് ബൈ 6, 6 3 18, 18 പ്ലസ് 1 19, 19 ഡിവൈഡ് ബൈ 6. 133 43 കൂട്ടിയാൽ 176 ഡിവൈഡ് ബൈ 6 മൈനസ് 19 ബൈ 6 എന്ന് കിട്ടും. 176 നിന്ന് 19 കുറച്ചാൽ 157 ഡിവൈഡ് ബൈ 6 എന്ന് കിട്ടും. 157നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 2 12, റിമൈൻഡർ 3 37, 6 36, റിമൈൻഡർ 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 26, ദെൻ റിമൈൻഡർ ആയിട്ട് 1, 26 1/6. ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ 26 and 1/6 ആയിരിക്കും. ഒരു പരീക്ഷ പാസ്സാവാൻ 60% മാർക്ക് വേണം. നീതുവിന് 180 മാർക്ക് കിട്ടി. നീതുവിന് പാസ്സാവാൻ 60 മാർക്കിന്റെ കുറവുണ്ട് എങ്കിൽ പരീക്ഷയുടെ ആകെ മാർക്ക് എത്ര? അതായത് പരീക്ഷ പാസ്സാവാൻ വേണ്ടത് 60% മാർക്കാണ്. നീതുവിന് 180 മാർക്ക് കിട്ടി, 60 മാർക്ക് കൂടെ കിട്ടിയായിരുന്നെ പാസ്സായനെ. അതായത് 180 പ്ലസ് 60 240 മാർക്കാണ് പാസ്സാവാൻ വേണ്ടത്. പാസ്സാവാൻ എത്ര ശതമാനം വേണം? 60% വേണം. അപ്പൊ ടോട്ടൽ മാർക്ക് എക്സ് ആണെങ്കിൽ അതിന്റെ 60% എന്ന് പറയുന്നതാണ് 240 എന്ന് പറയുന്നത്. 60ന് 240 വെട്ടി നമുക്ക് 4 കിട്ടും. കാരണം 60 × 4 240, 100 × 4 400. Therefore എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 400 ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഒരു ക്ലോക്കിന് മിനിറ്റ് സൂചിക്ക് 4 സെന്റിമീറ്റർ നീളമുണ്ട്. സോ ഒരു ക്ലോക്ക് എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി സഞ്ചരിക്കുന്ന ഒരു സർക്കുലർ പാത്തിലാണ്. ക്ലോക്കിന്റെ സമയം 2 മണി 10 മിനിറ്റിൽ നിന്ന് 2 മണി 25 മിനിറ്റിലേക്ക് മാറിയാൽ മിനിറ്റ് സൂചിയുടെ അഗ്രം സഞ്ചരിച്ച ദൂരം എത്ര? സോ ഒരു മിനിറ്റ് സൂചിയെ സംബന്ധിച്ചിടത്തോളം 60 മിനിറ്റ് കൊണ്ട് 60 മിനിറ്റ് കൊണ്ട് ഒരു സർക്കിൾ പൂർത്തിയാക്കണം. ഒരു അവറിൽ ഒരു സർക്കിൾ പൂർത്തിയാക്കും. അപ്പം ഒരു അവർ കൊണ്ട് അത് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്ന സർക്കിളിന്റെ പെരിമീറ്റർ ആയിരിക്കും. അപ്പൊ സർക്കിളിന്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം? 2πr, ദാറ്റ് ഈസ് 2 × 22/7 ഇൻറ്റു ഇവിടെ റേഡിയസ് ആയിട്ട് എന്ത് വരും? മിനിറ്റ് സൂചിയുടെ നീളം എന്ന് പറയുന്ന എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. മിനിറ്റ് സൂചി നീളം 2πr എന്ന് കൊടുക്കാം. ദെൻ ഇവിടെ എത്ര മിനിറ്റാ ചോദിച്ചിരിക്കുന്നത്? ഒരു സർക്കിൾ മൊത്തം തീരുന്ന 60 മിനിറ്റ് കൊണ്ട്. ഇവിടെ എത്ര മിനിറ്റാ? 2:10 മുതൽ 2:25 വരെ. അപ്പൊ എത്ര മിനിറ്റ് വന്നു? 15 മിനിറ്റ്. സോ 60 മിനിറ്റ് കൊണ്ട് ഇത് മൊത്തം സഞ്ചരിക്കുമെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് 15/60 ആയിരിക്കും. കറക്റ്റാ? 15 6 ക്യാൻസൽ ചെയ്ത് നമുക്ക് 4 കിട്ടും. 4 4 ക്യാൻസൽ ചെയ്യാം. 22 × 2 44, 44 ഡിവൈഡ് ബൈ 7 എന്ന് കിട്ടും. 7 6 42, റിമൈൻഡർ 2 20 പോയിന്റ് 7 2 14, റിമൈൻഡർ 6, ശിഷ്ടം 60 കൊടുത്തു. 8 7 56. സോ 8 7 56. അപ്പൊ 6.28 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അരുൺ തന്റെ വീട്ടിൽ നിന്ന് നേരെ കിഴക്കോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ചു. സോ കിഴക്കോട്ട് 6 കിലോമീറ്റർ, അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ, ഈ പോയിന്റിന്റെ വലത്ത് താഴോട്ട് 2 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം അതിന്റെ വലത്ത്, അപ്പൊ ഇതിന്റെ വലത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് 12 കിലോമീറ്റർ സഞ്ചരിച്ചു. 12 കിലോമീറ്റർ സഞ്ചരിച്ചു. അവിടെ നിന്ന് നേരെ ഇടത്തോട്ട് തിരിഞ്ഞു. സോ ഈ പോയിന്റിൽ നിന്ന് ഇടത്തോട്ട് എന്ന് പറയും നേരെ താഴോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ചു. 6 കിലോമീറ്റർ സഞ്ചരിച്ചു. തന്റെ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ്? ഇവിടെയാണ് ഇപ്പോൾ ഇയാൾ നിൽക്കുന്നത്. ഇതാണ് ഇയാളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് 6, ഇത് 2 ആയതുകൊണ്ട് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 + 2 8 എന്ന് വരും. ഈ ടോട്ടൽ നീളം 12 ആണ്. ഇത്രയും നീളം 6 ആയതുകൊണ്ട് ഈ നീളം എന്ന് പറയുന്ന 6 കിട്ടും. സോ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടുവാണ്. ഇത് 6ഉം ഇത് 8ഉം ആയിട്ടുള്ളത്. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ ഹൈപ്പോട്ടനസിന്റെ ലെന്ത് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 8² + 6² ആയിരിക്കും. 8² എന്ന് പറയുന്നത് 64 + 36 √100 എന്ന് കിട്ടും. അതായത് 10 കിലോമീറ്റർ. സോ 10 കിലോമീറ്റർ ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് മുഹമ്മദ് നസീം തുല്യമായത് എവിടെയെങ്കിലും ചേഞ്ചുകൾ എന്തിനേലും ഉണ്ടോ നമ്മൾ നോക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ മൻസിലിലെ ഇസഡ് ആണ്, ഇവിടെ എസ് ആണ്. സോ ഓപ്ഷൻ എ അല്ലെന്ന് ഉറപ്പായി. ഇവിടെ 101 60 ആണ്, ഇത് 101 06 ആണ്. സോ ഇത് രണ്ടും അല്ലെന്ന് ഉറപ്പായി. ഇവിടെ നമ്മൾ നോക്കിയാൽ നസീമിന്റെ ഇസഡ് ആണ്, ഇവിടെ എസ് ആണ്. സോ ഇതും അല്ലെന്ന് മനസ്സിലായി. എല്ലാ ലെറ്ററുകളും എക്സാക്ട്ലി കോപ്പിംഗ് ആയിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻ സിയിലാണ്. സോ 60ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സോ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ച 10 മാത്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.